Good morning all. Today we are discussing counter. So നമുക്ക് നോക്കാം എന്താണ് കൗണ്ടർ. കൗണ്ടർ സബ്ബായിട്ട് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ് കൗണ്ടർ നോക്കാം. A counter is a device which stores and sometimes displays the number of times a particular event or process has occurred. ഒരു പെർട്ടിക്കുലർ ഇവൻറ്റോ പ്രോസസ്സോ ഒക്കർ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ടൈംസ് എത്ര പ്രാവശ്യം അത് ഒക്കർ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൗണ്ടർ പറഞ്ഞിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഓഫൻ ഇൻ റിലേഷൻഷിപ്പ് ടു എ ക്ലോക്ക് സിഗ്നൽ. എപ്പോഴും ഒരു ക്ലോക്ക് സിഗ്നലായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്ലോക്ക് സിഗ്നലിൻ്റെ ബേസിലാണ് എത്ര പ്രാവശ്യം നമ്പർ ഓഫ് ടൈംസ് അത് കൗണ്ട് ചെയ്തു എന്ന് ഈ ഡിവൈസ് കാണിക്കുന്നത്. Counters are used in digital electronics for counting purpose. They can count specific event happening in the circuit. സർക്യൂട്ടിനകത്ത് നടക്കുന്ന ഇവൻറ്റ്സിനെ കുറിച്ച് ഒരു കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ കൗണ്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേര് പോലെ തന്നെ ജസ്റ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലോക്ക് സിഗ്നൽ ഉണ്ടായിരിക്കും. എന്ത് ഇവൻറ്റ് പെർഫോം ചെയ്യുമ്പോഴും എന്ത് പ്രോസസ്സ് ചെയ്യുമ്പോഴും അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലോക്ക് സിഗ്നൽ ഉണ്ടായിരിക്കും. ഈ ക്ലോക്ക് സിഗ്നലിൻ്റെ ബേസിലാണ് നമ്മൾ എത്ര ടൈംസ് ഇത് കൗണ്ട് ചെയ്തു എന്ന് നമ്മൾ കാണിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ കൗണ്ടർ യൂസ് ചെയ്യും. ആക്ച്വലി കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വിത്ത് ക്ലോക്ക് സിഗ്നൽ അപ്ലൈഡ്. ഇതെന്ന് പറഞ്ഞാൽ കുറേ ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ക്ലോക്ക് സിഗ്നൽ അതായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഹിയർ സ്റ്റേറ്റ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേഞ്ച് വിത്ത് ദ റെസ്പെക്ട് ടു ദ ക്ലോക്ക് പൾസ്. ഇവിടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ചേഞ്ചസ് വരുന്നത് ഒരു പക്ഷേ 0 ഉള്ള 1 ആവുന്ന 1 ഉള്ള 0 ആവുന്നതൊക്കെ എന്തിൻ്റെ ബേസിലാണ്, ക്ലോക്ക് പൾസിൻ്റെ ബേസിലായിരിക്കും. ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഫ്രീക്വൻസി കൗണ്ടർ ഉണ്ട്, ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ്. ഇതിനകത്തൊക്കെ നമ്മൾ കൗണ്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൗണ്ടറിൻ്റെ മേജർ കാറ്റഗറീസ് ആണ്. മെയിനായിട്ട് അസിൻക്രണസ് കൗണ്ടറും ഉണ്ട്, പിന്നെ സിൻക്രണസ് കൗണ്ടറും ഉണ്ട്. Asynchronous counters are those counters which do not operate on the simultaneous clocking. അസിൻക്രണസ് കൗണ്ടേഴ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു സിമിൾട്ടേനിയസ് ക്ലോക്ക് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു ക്ലോക്ക് സിഗ്നലിൻ്റെ ബേസിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അസിൻക്രണസിൻ്റെ കേസിൽ വരുമ്പോഴും സിൻക്രണസിൻ്റെ കേസിൽ വരുമ്പോഴും ഈ ക്ലോക്കിങ് കൊടുക്കുന്നത് ഡിഫറെൻ്റ് ആണ്. അതായത് ഇവിടെ ഫിഗറിൽ കാണുന്നുണ്ട്, കണ്ടോ, ഇവിടെ ഈ ഫസ്റ്റ് കേസിൽ ക്ലോക്ക് കൊടുത്തു, സെക്കൻഡ് കേസിൽ ക്ലോക്കിന് പകരം എന്താ കൊടുത്തത്, ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് കൊടുത്തത്. തേർഡ് വന്നപ്പോൾ സെക്കൻഡിൻ്റെ ഔട്ട്പുട്ട്, ഫോർത്ത് വന്നപ്പോൾ തേർഡിൻ്റെ ഔട്ട്പുട്ട്, അങ്ങനെയാണ് കൊടുത്തത്. അസിൻക്രണസിൻ്റെ കേസിൽ അങ്ങനെയാണ് കൊടുക്കുക. കാരണം സിമിൾട്ടേനിയസ് ആയിട്ട് ക്ലോക്കിങ് നമ്മൾ കൊടുക്കില്ല. പക്ഷേ സിൻക്രണസിൻ്റെ കേസിൽ നമ്മൾ കോമൺ ആയിട്ടൊരു ക്ലോക്ക് പൾസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സിൻക്രണസും അസിൻക്രണസും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിൻക്രണസിൻ്റെ കേസിൽ സിമിൾട്ടേനിയസ് ആയിട്ട് ക്ലോക്കിങ് കൊടുക്കും. സിൻക്രണസിൻ്റെ കേസിൽ ക്ലോക്കിങ് കൊടുക്കും. ഇവിടെ അസിൻക്രണസിൻ്റെ കേസിൽ do not operate on the simultaneous clocking. In asynchronous counter, only the flip-flops is externally clocked using clock pulse, while the clock input for the successive flip-flop will be the output from the previous flip-flop. Asynchronous കൗണ്ടറിനകത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമാണ് എക്സ്റ്റേണലി നമ്മൾ ക്ലോക്ക് ചെയ്യുള്ളൂ. പിന്നെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ അതിന് മുന്നത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതാണ് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് കൊടുക്കുന്നത്. This means that only a single clock pulse is not driving all the flip-flops in the arrangement of the counter. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്ലോക്ക് പൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും കൂടി നമ്മൾ മാനേജ് ചെയ്യുന്നില്ല നമ്മുടെ അസിൻക്രണസിൻ്റെ കേസിൽ. പകരം എന്ത് ചെയ്യും, ഫസ്റ്റ് FFന് മാത്രം നമ്മൾ ക്ലോക്ക് കൊടുക്കും, പിന്നെയുള്ള FFനൊക്കെ അതിൻ്റെ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ടും ക്ലോക്കിംഗ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ, അസിൻക്രണസിൻ്റെ ഒരു ഫിഗർ അവിടെ കാണുന്നത്. ഇതൊരു JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അങ്ങനെ 4 FF കൊടുത്തിട്ടുണ്ട്, അതിനൊക്കെ ഹൈ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈ മീൻസ് 1. ദെൻ ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് അസിൻക്രണസ് കൗണ്ടറിൻ്റെ ഒരു ഫിഗറാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ സിൻക്രണസ് കൗണ്ടർ. ദ സിൻക്രണസ് കൗണ്ടർ കണ്ടെയ്ൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് which are all in synchronized with each other. The clock inputs are connected together and are triggered by the same external clock signal. സിൻക്രണസ് കൗണ്ടറിൻ്റെ കേസ് വരുമ്പോൾ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ എന്ത് ചെയ്യും, എല്ലാം കൂടെ സിൻക്രണൈസ്ഡ് ആയിരിക്കും. അത് മീൻസ് എന്താണ്, എല്ലാത്തിനായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലോക്ക് ഉണ്ടായിരിക്കും. ദ ക്ലോക്ക് ഇൻപുട്സ് ആർ കണക്റ്റഡ് ടുഗദർ ആൻഡ് ആർ ട്രിഗേർഡ് ബൈ ദ സെയിം എക്സ്റ്റേണൽ ക്ലോക്ക് സിഗ്നൽ. ഈ സെയിം എക്സ്റ്റേണൽ ക്ലോക്ക് സിഗ്നൽ വെച്ച് തന്നെയാണ് എല്ലാവരും കണക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതായിട്ടും അതേപോലെ തന്നെ അറ്റേ ടൈമിൽ സിമിൾട്ടേനിയസ് ആയിട്ട് ഇവിടേക്കും കണക്ഷൻ പോയിട്ടുണ്ട്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് അപ്ഡേറ്റ് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യും, അതിൻ്റെ റിസൾട്ട് സെയിം ടൈമിൽ വേണമെങ്കിൽ അവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ മറ്റേതിൻ്റെ കേസിൽ പോസിബിൾ അല്ലല്ലോ, ഒന്ന് കഴിഞ്ഞിട്ടല്ല അടുത്തതിനുള്ള ചാൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതാണ് അവർ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഈ രണ്ട് ഫിഗറും വരയ്ക്കുക.
കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ സിമ്പിളാണ്. ഇത് FF0 FF1 രണ്ടുക്കും I ആക്കി കൊടുത്തിട്ടുണ്ട്, പിന്നെ ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അസിങ്ക്രണസിനകത്ത് കിടക്കുന്ന 2 ടൈപ്പ് കൗണ്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ്? 2-bit അസിങ്ക്രണസ് കൗണ്ടർ. ഇനി ഒരുപാട് ടൈപ്സ് പറയാൻ കേട്ടോ, അപ്പോൾ നിങ്ങൾ മിസ്സായി പോകരുത്. നോട്ട്സ് കൺഫ്യൂസ്ഡായി പോകും, ഏതാണ് എക്സാമിൽ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. 2-bit asynchronous counter ആണ് ഫസ്റ്റ് കേസ്. എ ബൈനറി asynchronous counter consists of a series of complementing flip-flops with output of each flip-flop is connected to the CP clock pulse input of higher order flip-flops. ഇതൊരു ബൈനറി അസിങ്ക്രണസ് കൗണ്ടറാണ്. ഇതിനകത്ത് സീരീസ് ഓഫ് കോംപ്ലിമെൻറ്റിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, FF0 ഉണ്ട്, FF1 ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ ക്ലോക്ക് പൾസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. 2-bit asynchronous counter will be having 2 flip-flop and it counts from 0 to 3. ഇവിടെ ഈ 2-bit asynchronousൻ്റെ കേസ് വരുമ്പോൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ളത്. ഇത് കൗണ്ട് ചെയ്യുന്നത് 0 0 0 1 1 0 1 1, അതായത് 0 മുതൽ 3 വരെയാണ് അത് കൗണ്ട് ചെയ്യുക. അപ്പോൾ കണ്ടോ, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 യൂസ് ചെയ്തിട്ടുണ്ട്, ഹൈ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലോക്ക് നെഗറ്റീവാണ്, അതാണ് കണ്ടോ ഇവിടെ ഒരു റൗണ്ട് പോലെയാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എനിക്കവിടെ മാർക്ക് ചെയ്യാൻ കാണിക്കും. ക്ലോക്ക് 2 ശ്രദ്ധിച്ച് നോക്കൂ, ഇത് നെഗറ്റീവ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ നെഗറ്റീവൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ നെഗറ്റീവാക്കി സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ് ചെയ്യുക. അതായത് നെഗറ്റീവ് എഡ്ജിലാവുമ്പോഴാണ് ഇത് എക്സിക്യൂഷൻ നടക്കുക, കൗണ്ട് ചെയ്യൽ നടക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഈ നെഗറ്റീവായിട്ട് ക്ലോക്ക് സെറ്റ് ചെയ്താലുള്ള പ്രത്യേകത. പിന്നെ ഈ റിസൾട്ട് ക്യൂ കണ്ടോ, റിസൾട്ട് പോകുന്നു, ഒന്ന് Q0 ആയിട്ടും പോകും, ഒന്ന് മറ്റേതിൻ്റെ നെക്സ്റ്റ് FFൻ്റെ ക്ലോക്കായിട്ടും പോകും. പിന്നെ അതും ഹൈ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് Q1. അപ്പോൾ ഇവിടെ കിട്ടുന്ന റിസൾട്ടുകൾ ഒന്ന് Q0 ആയിരിക്കും, ഒന്ന് Q1 ആയിരിക്കും. അപ്പോൾ ഈ ഫിഗർ മനസ്സിലാക്കി വരയ്ക്കുക. പിന്നെ പറയാനുള്ളത് ജസ്റ്റ് അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാമാണ്. ഫസ്റ്റ് കേസ് എങ്ങനെ വരിക? അതിൻ്റെ റിസൾട്ടുകൾ വരാനുള്ളത് ഒന്ന് 0 0 വരും, 0 1 വരും, 1 0 വരും, 1 1 വരും. അതാണ് നമ്മൾ പറഞ്ഞ 0 1 2 3 വരെ ഇത് കൗണ്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത് മീൻ ചെയ്യുന്നത്. ആകെ എത്ര മാത്രമേ ഇത് കൗണ്ട് ചെയ്യുള്ളൂ. ഫസ്റ്റ് കേസ് എങ്ങനെയാണ് വരിക? ഫസ്റ്റ് കേസ് 0 0 ആവുന്ന കേസാണ്. 0 0 ആവുന്ന കേസ് എന്ന് പറയുമ്പോൾ ഈ ക്ലോക്ക് എന്താണ്? ഇനി നമുക്ക് ഇതിൻ്റെ ഫിഗർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസ് പറഞ്ഞാൽ 0 0 ആയിട്ടുള്ള കേസാണ്. അതായത് ഇതിങ്ങനെ ക്ലോക്ക് ഇങ്ങനെ വന്നു, ഫസ്റ്റ് പോസിറ്റീവ് എഡ്ജ്. ഇതാണ് പോസിറ്റീവ് എഡ്ജിൽ ചേഞ്ചസ് വരില്ല, കാരണം നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ക്ലോക്ക് നെഗറ്റീവ് ക്ലോക്കാണ്. അതായത് നെഗറ്റീവ് എഡ്ജിൽ മാത്രമേ അത് എക്സിക്യൂഷൻ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ 1 ഇങ്ങനെ പോസിറ്റീവ് കഴിഞ്ഞു, ലെവൽ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് നെഗറ്റീവ് എഡ്ജിലേക്ക് വരുന്ന നിമിഷം എന്താ നടക്കുന്നത്? ഫസ്റ്റ് നമ്മളുടെ ഈ ക്ലോക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് FF ആക്റ്റീവ് ആവും. അതായത് ഇത് ഹൈ ആയി 1 ആയി. ഇതിൻ്റെ റിസൾട്ട് എന്തായി? ടോഗിൾ ചെയ്യും. ക്ലോക്ക് ഇവിടെ 0 കൊടുത്തപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ടോഗിൾ ചെയ്യും, കാരണം ഇവിടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ല, ഇതിനകത്ത് ടോഗിളിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ 0 കൊടുത്തപ്പോൾ റിസൾട്ട് 1 ആയി മാറി. അപ്പോൾ Q0 എന്തായി? 1 ആയി. കണ്ടോ, Q0 1. പക്ഷേ Q1 അപ്പോൾ എന്താണ്? 0 തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിസൾട്ടിനെ ഇനി ഇങ്ങോട്ട് കൊടുക്കണം. അതായത് 1നെ ഇങ്ങോട്ട് കൊടുത്തു, 1നെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ടോഗിൾ ചെയ്യും. അപ്പോൾ Q1 എന്താണ്? 0 തന്നെയാണ്. അപ്പോൾ 1 0 എന്നാണ് വരിക. അതാണ് ഈ 1. Q0 1, Q1 0. ഓക്കെ, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് Q0, അതാണ് റൈറ്റ് സൈഡിൽ ഉണ്ടാവുക കേട്ടോ. Q1 എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതെന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താ മനസ്സിലായില്ലേ? ഈ ഫസ്റ്റ് നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ഈ Q0 ഹൈ ആവും, മറ്റേ 0 തന്നെ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ഇതൊക്കെ ഹൈ ആവുമ്പോഴൊന്നും ഒന്നും ചേഞ്ചസ് വരില്ല. പിന്നെ ഈ സെക്കൻഡ് ക്ലോക്ക് പൾസ് താഴേക്ക് വരുമ്പോൾ, അതായത് താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആകുമ്പോൾ, നിങ്ങൾ എഡ്ജ് ട്രിഗറിംഗ് ഒക്കെ ഒന്നുകൂടെ പോയി വായിച്ചാൽ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ക്ലിയർ ആവും. സെക്കൻഡ് ക്ലോക്ക് പൾസ് നെഗറ്റീവായി വരുമ്പോൾ എന്ത് നടക്കും? എവിടെത്തി? കൺഫ്യൂഷനാണ് ഫിഗറായിട്ട്. നെക്സ്റ്റ് കേസിൽ എവിടെത്തി? സെക്കൻഡ് ഫസ്റ്റ് ഇത് 1 ആയിട്ടോ, 1 ആയിയൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്നും അത് എക്സിക്യൂഷൻ നടക്കില്ല. ഈ താഴേക്ക് വരുന്ന സമയം ഉണ്ടല്ലോ, നെഗറ്റീവ് ആകുമ്പോൾ ഇത് 1 ആകും, മറ്റേത് 0. നെക്സ്റ്റ് കേസ് വരുമ്പോൾ ഇത് താഴേക്ക് വരുമ്പോൾ എന്താവും? ഇത് ടോഗിൾ ചെയ്തിട്ട് 0 ആവും, മറ്റേത് 1 ആകും. പിന്നെ നെക്സ്റ്റ് കേസ് വരുമ്പോൾ എന്താ നടക്കുന്നത്? ഈ തേർഡ് കുറയുമ്പോൾ ഇത് ടോഗിൾ ചെയ്തിട്ട് 1 ആകും, അതായത് Q0. പക്ഷേ ഇവിടെ ചേഞ്ചസ് ഒന്നും വരില്ല. കാരണം എന്താണ്? നെഗറ്റീവ് അല്ലല്ലോ, ക്ലോക്ക് 1 ആണ്. അതുകൊണ്ട് ഇവിടെ റിസൾട്ട് 1 കിട്ടിയത്, അതുകൊണ്ട് ഇതിൽ ചേഞ്ചസ് വരില്ല. അപ്പോൾ 1 1 വരും.
അത്രേ സംഭവം ഇതുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ ഫിഗർ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻസ് നന്നായിട്ട് വരും. അപ്പോൾ ഇനി ഇത് ഇങ്ങോട്ട് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഫിഗർ വരയ്ക്കുക. എന്നിട്ട് ഈ ടൈമിംഗ് ഡയഗ്രം വരയ്ക്കുക. 0 ആണെങ്കിൽ 1 0 1 അങ്ങനെ കൊടുക്കുക. നെക്സ്റ്റിൻ്റെ കേസിൽ അതോടെ ഒരു തരത്തിലും പഠിക്കാൻ കഴിയാത്തല്ലോ അങ്ങനെ ചെയ്യുക. ഫസ്റ്റത്തെ ഫിഗർ എന്തായിരിക്കും? Q0ൻ്റെ ഫിഗർ എപ്പോഴും 0 1 0 1 അങ്ങനെയായിരിക്കും. ആദ്യം ഇങ്ങനെ ഒരു ക്ലോക്ക് വരയ്ക്കുക. പിന്നെ 0 1 0 1 വരയ്ക്കുക. Q1ൻ്റെ കേസ് വരുമ്പോൾ 0 0 1 1 0 0 1 1 അങ്ങനെയാണ് കണ്ടിന്യൂ. പക്ഷേ ഇതിൻ്റെ കേസിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് കേസിലൊക്കെ കുറേ ഉണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ അത് അങ്ങനെ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. അത് വെച്ചിട്ട് പഠിച്ചാൽ ഇനി മനസ്സിലായില്ലെങ്കിലും എക്സാമിന് ഫുൾ മാർക്ക് കിട്ടും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഡ്രോ ചെയ്യേണ്ട മെത്തേഡാണ് നമ്മൾ 19ാമത്തെ അടവാണ് അത് പഠിക്കാം. ഇത് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ വരച്ചാൽ മതി. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇതിന് സ്ക്രീനുമ്പോൾ തൊട്ട് വരച്ച് ഞാൻ തന്നെ ആകെ പണി ഇതാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ക്ലോക്ക് 0 ആകുമ്പോഴാണ് ഇത് ടോഗിൾ ചെയ്യുക, കാരണം ഇത് നെഗറ്റീവാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് റിസൾട്ട് നടക്കുന്നത്. ഇതാണ് 2 ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ. പിന്നെ 3 ബിറ്റ് അസിൻക്രണസ് കൗണ്ടറിൻ്റെ കേസ് വരുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടെക്നിക്ക്. Q0 Q1 Q2 കൊടുക്കുക. ഇവിടെ എങ്ങനെയാണ് 0 1 0 1 0 1 0 1. അപ്പോൾ 3 ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ വെച്ചാൽ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ ഈസി ആയിരിക്കും നിങ്ങൾക്ക്. കാരണം Q0 Q1 Q2 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ 0 1 0 1 0 1 അങ്ങനെ കൊടുക്കുക. ഇവിടെ 0 0 1 1 0 0 1 1. Q2ൻ്റെ കേസ് വരുമ്പോൾ 4 0 4 1. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പഠിച്ചില്ലേ? ഓക്കെ, ഇനി ഞാൻ കൺസെപ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 19ാമത്തെ അടവാണിത്. 3 ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ. ഇതാണ് 3 ബിറ്റ് അസിൻക്രണസ് കൗണ്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 FF ഇതിനകത്തുണ്ട്. ഓക്കെ, ഇത് JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ജേനെയും കെനെയും ഹൈ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്ലോക്കാണ്. ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത പോസിറ്റീവ് എഡ്ജാണ്. മറ്റേന്തായിരുന്നു? നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആയിരുന്നു. ഇത് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് എഡ്ജ് ആകുമ്പോഴാണ് ഇതിൻ്റെ ഹൈ ആവുക. കണ്ടോ? അത് നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വരയ്ക്കട്ടോ. മറ്റേൻ്റെ കേസ് വന്നപ്പോൾ എന്താണ്? നെഗറ്റീവ് ആയപ്പോഴാണ് ഇവിടെ 1 ആയത്. ഇവിടെ പക്ഷെ എന്താണ്? പോസിറ്റീവ് എഡ്ജ് ആയതുകൊണ്ട് പോസിറ്റീവ് ആകുമ്പോൾ തന്നെ 1 ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചത് ലോജിക്കലി എങ്ങനെയാണ് ഇതൊക്കെ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോട്ട് ചെയ്തുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. എന്ത് 3 ബിറ്റ് അസിൻക്രണസ്, കാരണം ഒരുപാട് കൗണ്ടേഴ്സ് നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ നോട്ട് ചെയ്തിരിക്കുന്നതിനേക്കാൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്താൽ 3 JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓരോന്നിന് ഫസ്റ്റത്തിന് മാത്രമേ ക്ലോക്ക് കൊടുക്കുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ നെക്സ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എലാബറേറ്റ് ചെയ്തൊക്കെ എഴുതാം. ഞാനിപ്പോൾ അതൊക്കെ എഴുതി അതൊക്കെ റീഡ് ചെയ്യുമ്പോഴേക്ക് ഇതൊക്കെ എന്ന് തീരുന്ന ഈ അടുത്തും തീരില്ല മീൻസ് അത്രയും ഫിഗേഴ്സ് നമുക്കുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ തിയറി പേപ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് വെറും തിയറി അങ്ങനെ പറഞ്ഞു പോകാനേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇത് ഓരോന്ന് എങ്ങനെയാണ് എത്തുന്നത്, ഓരോന്ന് എവിടെ നിന്നാണ് ഇതിൻ്റെ റിസൾട്ട് എന്നൊക്കെ നമുക്ക് പറയണ്ടേ. അപ്പോൾ ഈ ജെയും കെയിലിനകത്ത് ഫസ്റ്റ് ക്ലോക്ക് കൊടുത്തു. പിന്നത്തീനൊക്കെ Q' എന്നാണ് ക്ലോക്ക് കൊടുക്കുന്നത്. ഓക്കെ, Q0 Q1 Q2. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്നാണ്? മറ്റേ ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ട് നിന്നാണ് ക്ലോക്ക് കൊടുക്കുന്നത്. ഇവിടുന്ന് അതിൻ്റെ കോംപ്ലിമെൻ്ററി എന്നാണ് നമ്മൾ എന്താ കൊടുക്കുന്നത്? ക്ലോക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ക്ലോക്ക് എന്താണ്? 1 വന്നു. 1 പോസിറ്റീവ് എഡ്ജ് ചെയ്തപ്പോൾ Q0 ഫസ്റ്റ് ഓണായി, അത് 1 ആയി. പിന്നെ നെക്സ്റ്റ് അപ്പോൾ മറ്റേനൊന്നും ചേഞ്ചസ് വന്നിട്ടില്ല. കാരണം ഇത് 1 ആകുമ്പോൾ ഇത് 0 ആണ് ഇങ്ങോട്ടൊക്കെ പോവുക. അപ്പോൾ അതുകൊണ്ട് എക്സിക്യൂഷൻ നടക്കില്ല. നെക്സ്റ്റ് കേസിൽ 2 ഹൈ ആയപ്പോൾ ഇത് 0 തന്നെ വന്നു. പകരം സെക്കൻഡ് 1 എന്തായി? ഹൈ ആയി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 1 ആണ്. അപ്പോൾ ഇത് 0 ആണ്. അപ്പോൾ ഇത് എക്സിക്യൂഷൻ നടന്നില്ല. നെക്സ്റ്റ് കേസ് വന്നപ്പോൾ 3 വന്നപ്പോൾ ഇത് 1 കണ്ടിന്യൂ ചെയ്തു. പിന്നെ 3 അങ്ങനെയാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഫിഗർ വരയ്ക്കുക. എന്നൊരു ട്രൂത്ത് ടേബിൾ ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്ക് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ വരയ്ക്കുന്നത്, അത് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ബേസിൽ നിങ്ങൾ ടൈം ഡയഗ്രം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിന് നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഇത് പഠിച്ച് വെക്കരുത്. പിന്നെ നിങ്ങൾ ആ കറക്റ്റ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു ഓർഡർ പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. എന്നിട്ട് ഈ ട്രൂത്ത് ടേബിളും വരയ്ക്കുക. എന്നിട്ട് ടൈം ഡയഗ്രം വരച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊസിഷൻ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് വന്നത്? നമ്മൾ ഫസ്റ്റ് ആയപ്പോൾ നമ്മളുടെ ഫസ്റ്റ് FF വർക്ക് ചെയ്തു. നെക്സ്റ്റ് 2 ഹൈ ആയപ്പോൾ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും വർക്ക് ചെയ്തു. നെക്സ്റ്റ് 3 വർക്ക് ചെയ്തപ്പോഴാണ് 4th എത്തിയപ്പോഴാണ് കണ്ടോ? ഈ 4th എത്തിയപ്പോഴാണ് നമ്മളുടെ Q2 വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഫസ്റ്റിൻ്റെ കേസിൽ ഇവിടെ 1 ആകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സിക്യൂഷൻ നടക്കില്ല. പിന്നത്തെ കേസ് ഇത് 0 ആകുമ്പോഴാണ് ഇത് 1 ആവുക. 1 ആകുമ്പോൾ ഇത് എക്സിക്യൂഷൻ നടക്കും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് 1 ആയിരിക്കും. അപ്പോൾ വീണ്ടും ഇവിടെ എക്സിക്യൂഷൻ നടക്കില്ല. പിന്നെ നെക്സ്റ്റ് കേസ് വരുമ്പോൾ എന്താകും? ഇത് 0 ആകും, ഇത് 0 ആകും. സോറി നമ്മൾ തിരിച്ചാണ് പറയുന്നത്. ഇത് 0 ആകും, ഇത് 0 ആകും, ഇത് 1 ആകും. അതാണ് ഇവിടെ Q0 1 ആയി. കണ്ടോ? നെക്സ്റ്റ് കേസ് വരുമ്പോൾ Q0 0 ആകും, Q1 ആണ് 1 ആവുക, Q2 0 ആകും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പിന്നെ എന്താ പറയുക
അവർക്ക് ആ റോള് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് 1 ആക്കും. നെക്സ്റ്റ് കേസ് വരുമ്പോൾ Q0 1, Q1 1, Q2 0 ആകും. പിന്നെ Q2 1 അങ്ങനെ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കുറേ കൗണ്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വെറുതെ കുറേ തല പൊകിക്കാതെ സിമ്പിളായിട്ടുള്ള ഈ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുക. കാരണം നമുക്ക് ടൈം വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് പഠിക്കുക. എങ്ങനെയാണ് ഇതിനകത്ത് ഈ കാര്യങ്ങൾ വരുന്നത്, ഇത് വെച്ച് എങ്ങനെ ടൈമിംഗ് ഡയഗ്രാം വരക്കാം എന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ടൈമിംഗ് ഡയഗ്രാം വരക്കാം. ട്രൂത്ത് ടേബിൾ എങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, കാരണം ഇനി വലിയൊരു ടേബിളൊക്കെ വരാണ്ട് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലർക്ക് തലവേദന എടുക്കും. ഇനി നമ്മളുടെ 2 ബിറ്റ് സിങ്ക്രണസ് കൗണ്ടറാണ്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ 2 FF ഉണ്ട്, FF1ഉം FF2ഉം ഉണ്ട്. ഇതിനകത്ത് ജെയും കെയും ഹൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിസൾട്ടിൽ നിന്നാണ് അടുത്ത ജെയും കെയും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ക്ലോക്ക് എന്താ ചെയ്തിട്ടുള്ളത്, നമ്മൾ കോമൺ ആയിട്ടൊരു ക്ലോക്ക് പൾസാണ് കൊടുത്തിട്ടുള്ളത്. ബിക്കോസ് ഇത് സിങ്ക്രണസ് കൗണ്ടറാണ്. ഓക്കെ, കോമൺ ആയിട്ടൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് 01 01 ആയിരിക്കും Q0, Q1 എന്താണ് 0011. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇനി എങ്ങനെയാണ് ഇത് എക്സിക്യൂഷൻ നടക്കുന്നത് നോക്കാം. ഇത് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് എഡ്ജിലാണ് ഇതിൽ ചേഞ്ചസ് വരിക. ഇവിടെ ഫസ്റ്റ് പോസിറ്റീവ് എഡ്ജ് കഴിഞ്ഞു, ഫസ്റ്റ് 00 വന്നു, പിന്നെ ഹൈ ആയി, അപ്പോൾ ഇത് 1 ആയി. F0ൻ്റെ റിസൾട്ട് 1 ആയി, അതാണ് ഇവിടെ വന്നത്. ഇവിടെ 0 ആയി. നെക്സ്റ്റ് വന്നപ്പോൾ F1 ഇത് 0 ആയി, അപ്പോൾ ഇത് 1 ആയി. പിന്നെ നെക്സ്റ്റ് കേസ് വന്നപ്പോൾ ഇത് 1 ആയി, ഇതിൽ ചേഞ്ചസ് ഒന്നുമില്ല, അതും 1 ആയി. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് പറയാം, ഇത് ഫസ്റ്റ് എന്താണ് 0 ആണ്, അപ്പോൾ ഇതും 0 ആണ്. പിന്നത്തെ കേസിൽ ഇത് 1 ആയി, ക്ലോക്ക് കൊടുത്തു. അപ്പോൾ ക്ലോക്ക് കൊടുത്തപ്പോൾ ഇതിൻ്റെ റിസൾട്ട് 1 ആയി, FF0 1 ആയി. ആ FF0 ആണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തു. അപ്പോൾ ടോഗിൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായി 0 ആയി. അപ്പോൾ നെക്സ്റ്റ് കേസിൽ F1 0യും അതേപോലെ ഇത് 1ഉം ആയി. നെക്സ്റ്റ് കേസിൽ ഇത് 0 ആകും. അപ്പോൾ ആ 0 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് ടോഗിൾ ചെയ്തിട്ട് ഇത് 1 ആകും. നെക്സ്റ്റ് കേസിൽ ഇത് 1 ആകും, ഇതും 1 ആകും. കാരണം ഇത് 1 ആകുമ്പോൾ അതിനെ ടോഗിൾ ചെയ്ത് വരാൻ ഇതിന് ചാൻസ് കൊടുക്കുന്നില്ല. കാരണം എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് കേട്ടോ, കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, ഞാൻ തന്നെ കൺഫ്യൂഷൻ, കാരണം കുറേ ഫിഗേഴ്സ് ഇനി അങ്ങോട്ട് ഫിഗേഴ്സിൻ്റെ പൂരാണ്, അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ ടെക്നിക്ക് വെച്ചെങ്കിലും നിങ്ങൾ പഠിക്കുക, എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. കൺസെപ്റ്റുകൾ മനസ്സിലാവും വേണം, പക്ഷേ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം. എവിടെത്തി ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ആക്ച്വലി ഈ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ്. കണ്ടോ ഇവിടെ റൗണ്ട് ഉണ്ടല്ലോ, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആയതുകൊണ്ട് ഈ ക്ലോക്ക് 0 ആകുമ്പോഴാണ് ഇതിന് എക്സിക്യൂഷൻ നടക്കുക. അതായത് ഇവിടെ കണ്ടോ, ഇതിങ്ങനെ ഫസ്റ്റത്തെ റൗണ്ടിൽ പോസിറ്റീവ് ആയപ്പോഴൊന്നും സംഭവിച്ചില്ല, ഇവിടെ 0 ചേഞ്ചസ് ഒന്നുമില്ല, 0 ആണ്. നെക്സ്റ്റ് ട്രിഗറിങ് വന്നപ്പോൾ കണ്ടോ, ഇവിടെ ഈ നെഗറ്റീവ് ട്രിഗറിങ് വന്നപ്പോഴാണ് ഫസ്റ്റത്തെ Q0, അതായത് ഇത് 1 ആയി, അതായത് ഹൈ ആയി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ് 1 കിട്ടി. പക്ഷേ ആ സമയത്ത് ഇവിടെ റിസൾട്ട് ഒന്നുമില്ല, ഇവിടെ 0 ആണ്. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ടും കൂടി കിട്ടിയാലേ ഇതിന് എക്സിക്യൂഷൻ നടക്കുള്ളൂ. അപ്പോൾ 1-0 വന്നു. നെക്സ്റ്റ് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്, കാരണം പോസിറ്റീവ് ആകുമ്പോഴൊന്നും വേറെ ചേഞ്ചസ് ഇല്ലല്ലോ. നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് വരുമ്പോൾ ഇതിനകത്ത് അപ്പോൾ എക്സിക്യൂഷൻ നടക്കുന്നില്ല, അപ്പോൾ ഇത് 0 ആയി. ഇതിനകത്ത് 1 ആയി, കാരണം ഇവിടുന്ന് കിട്ടുന്ന റിസൾട്ട് വന്നിട്ട് അത് ടോഗിൾ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായി 1 ആയി മാറി. കാരണം അതുവരെ അത് 0 ആയിരുന്നു, അപ്പോൾ 1 ആയി. നെക്സ്റ്റ് കേസ് വരുമ്പോൾ ഇതിനകത്ത് 1 ആണ്, ഇവിടെയുള്ള ടോഗിൾ ചെയ്തിട്ട് 0 ആയി. പിന്നെ ലാസ്റ്റ് കേസിൽ എന്താ നടക്കുന്നത്, ഇത് 1 ആണ്, ഇവിടെയും 1 ആണ്. കാരണം ഇതിന് വീണ്ടും എന്താവണം, ഇവിടെ നമ്മൾ 1 വന്നുമ്പോൾ വീണ്ടും ഇത് 0 ആവണം ആക്ച്വലി. പക്ഷേ ഇത് 2 ബിറ്റ് സിങ്ക്രണൈസ് കൗണ്ടർ ആയതുകൊണ്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. കാരണം 3 വരെ ഇതിൽ എക്സിക്യൂഷൻ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫൈനൽ ഔട്ട്പുട്ട് എന്തായി 1 എന്ന് വരും. അതുകൊണ്ടാണ് ഇവിടെ 1-1ൽ സ്റ്റോപ്പ് ആയത്. അതാണ് ഞാനിങ്ങനെ കുറേ കൺഫ്യൂസ്ഡ് ആയി പോയത്. കാരണം പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് പോകണം. പക്ഷേ ആക്ച്വലി ഇത് 2 ബിറ്റ് സിങ്ക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് പിന്നെ നമുക്കൊരു റൗണ്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇത് 1-1 എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നെഗറ്റീവ് ക്ലോക്ക് ആണെന്നുള്ളതാണ്. അപ്പോൾ 0-0 വരുമ്പോഴാണ് ഇത് എക്സിക്യൂഷൻസ് നടക്കുക. അപ്പോൾ എപ്പോഴും ടോഗിൾ ചെയ്തുകൊണ്ടായിരിക്കും റിസൾട്ട്. 1 ആണെങ്കിൽ 0, 0 ആണെങ്കിൽ 1. ഓക്കെ, പിന്നെ ഫൈനൽ ഔട്ട്പുട്ട് 1-1 വരാൻ കാരണം എന്താണ്, ഇത് 2 ബിറ്റ് ആയതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ റിസൾട്ട് 1 ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 0-1-0-1 എന്നിട്ടുള്ള ട്രൂത്ത് ടേബിൾ, പിന്നെ Q1 പറയുമ്പോൾ 0-0-1-1 ആണ് ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. ഇതിനെ ഇതേപോലെ നോക്കിയിട്ട് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുക. ഈ ഫിഗറും പഠിക്കുക കേട്ടോ. പിന്നെ ഈ റൗണ്ട് ഇടാൻ മറക്കരുത്, കാരണം ഇത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മളുടെ 4 ബിറ്റ് സിങ്ക്രണൈസ് കൗണ്ടർ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കും ചിലരെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പോഴാണോ Q0 ഉണ്ട്, Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്, ക്ലോക്ക് ഉണ്ട്.
ക്ലോക്കിനകത്ത് 0 മുതൽ 15 വരെ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക. ദെൻ സീറോയിൽ എന്താ ഇട്ട് കൊടുക്കേണ്ടത്? 0 1 0 1 0 1 0 1 മൊത്തം സീറോസും വൺസും. അപ്പോൾ എങ്ങനെയാണ് 0 കഴിഞ്ഞാൽ 1 പിന്നെയും 0 1 0 1 അങ്ങനെ. Q1 കേസ് വരുമ്പോൾ 0 0 1 1 0 0 1 1 0 0 1 1 അങ്ങനെ കൊടുക്കുക. Q3 കേസ് വരുമ്പോൾ 4 0 കൊടുത്തിട്ട് 4 1 പിന്നെ 4 0 4 1. Q3 കേസ് വരുമ്പോൾ 8 0 ദെൻ 8 1. ഓക്കെ, ഐഡിയ കിട്ടിയില്ല എങ്ങനെയാണ് നമ്മൾ. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു 4 ബിറ്റ് സിങ്ക്രണസ് കൗണ്ടർ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ട്രൂത്ത് ടേബിൾ വെക്കാമെന്ന് ഈ ടെൻഷനാവും പലരും. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് നമുക്ക് വരച്ച് വെക്കാൻ കഴിയും. കാര്യങ്ങൾ മനസ്സിലാവണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, പക്ഷേ മിനിമം ഇത് വരച്ച് വെക്കാൻ കഴിയണ്ടേ, അതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് ഈ ഫിഗർ, ഈ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഇത് വരച്ച് വെക്കാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്ക് യൂസ് ചെയ്തത്. ചെറിയ ടേബിൾ ആണെങ്കിലും അങ്ങനെ തന്നെ, വലിയ ടേബിൾ ആണെങ്കിലും അങ്ങനെ തന്നെ. ഇനി നമ്മളുടെ ടൈം ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇത് വെച്ചിട്ട് 0 0 0 ആണ് ഫസ്റ്റത്തെ, അങ്ങനെ വരയ്ക്കുക. നെക്സ്റ്റ് വരുമ്പോൾ 0 0 1 ആക്കുക, ഇത് 1 ആക്കി കൊടുക്കുക. നെക്സ്റ്റിൽ ഇതിനെ 1 ആക്കി കൊടുക്കുക, നെക്സ്റ്റിൽ ഇതിനെ 1 ആക്കി കൊടുക്കുക. അങ്ങനെ വരച്ച് നോക്കുക. അങ്ങനെ ടൈമിംഗ് ഡയഗ്രാം പഠിക്കുക. പിന്നെ നമ്മളുടെ ഫിഗർക്ക് വരുമ്പോൾ ഇതൊരു 4 ബിറ്റ് സിങ്ക്രണസ് കൗണ്ടറാണ്. 4 FF ഉണ്ട്, 1 2 3 4. പിന്നെ ഇവിടെ നമ്മൾ T ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ, അത് T ആണ്. അത് ഹൈ ആക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടൊരു ക്ലോക്ക് പൾസ് കൊടുത്തിട്ടുണ്ട്, ക്ലോക്ക് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡാണ്. അപ്പോൾ അങ്ങനെ ക്ലോക്ക് പൾസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുനിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ വേണമെങ്കിൽ Q0 ആക്കി അങ്ങനെ നമുക്ക് എടുക്കാം. അതിൻ്റെ പുറമെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ നമ്മൾ സെക്കൻഡ് FFക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ തേർഡ് FF വരുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫസ്റ്റത്തെ FFനെയും സെക്കൻഡത്തെ FFനെയും കൂടി ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടിനെയാണ് തേർഡിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫോർത്തിൻ്റെ ഇൻപുട്ട് ആകുമ്പോൾ എങ്ങനെയാണ്, ഇതുവരെയുള്ള FFൻ്റെയും അതേപോലെ തേർഡിൻ്റെയും കൂടി ആൻഡ് എടുത്തിട്ടാണ് റിസൾട്ട് കൊടുക്കുക. അപ്പം ആൻഡ് ചെയ്താണ് അങ്ങനെ FFക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഔട്ട്പുട്ട് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ Q1ൻ്റെ കേസ് വരുമ്പോൾ ഫസ്റ്റ് എഡ്ജ് ട്രിഗറിൽ ആദ്യം ഇവിടെ Q1 Q2 Q3 4 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി വേണമെങ്കിൽ Q0 Q1 Q2 Q3 ആണെന്നും കൊടുക്കാം. നിങ്ങളാണെങ്കിൽ അങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചോളൂ. ഫിഗറിൽ ഇങ്ങനെയാണ്. ഫസ്റ്റ് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിൽ ആര് 1 ആയി, Q0 1 ആയി. നെക്സ്റ്റത്തിൽ ആര് 1 ആയി, Q2 1 ആയി. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് ഞാൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്താൽ ഞാനും കൺഫ്യൂസ്ഡായി പോകും, നിങ്ങളും കൺഫ്യൂസ്ഡായി പോകും. അല്ല വേണമെങ്കിൽ പറയാം കേട്ടോ, കുഴപ്പമില്ല. അതിങ്ങനെ ഓരോ ടൈമിൽ ഇത് നെഗറ്റീവ് ആകുമ്പോൾ ഇത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആകുമ്പോഴാണ് ഇത് പോസിറ്റീവ് ആകുക. നെക്സ്റ്റ് കേസ് വരുമ്പോൾ സെക്കൻഡ് ക്ലോക്ക് പൾസ്, ഇതാണ് 0 1 2 3 എന്നിങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ. നെക്സ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ Q2 പോസിറ്റീവായി, അതായത് ഈ ഫിഗർ വെച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താൽ മതി, വെറുതെ കൺഫ്യൂസ്ഡായി പോകണ്ട. ഫസ്റ്റ് കേസിൽ എന്താണ്, ഇതൊക്കെ നമ്മൾ ഇത് വരക്കാൻ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത് വരക്കാൻ നിങ്ങൾക്കറിയാം, ഇത് വരക്കാനും അറിയാം. കാരണം ഇത് നിങ്ങൾ കുറേ മുന്നേ FF കുറേ വരക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ ഇതിലാണ് നിങ്ങൾ കൺഫ്യൂസ്ഡായി പോവുക. അങ്ങനെയെങ്കിൽ ഫസ്റ്റത്തെ കേസ് എന്താണ്, 0 0 0 0 4 0 കൊടുത്തു. നെക്സ്റ്റ് കേസ് എന്താണ്, 0 0 0 1. ഇവിടെ Q0 1 ആവും, അതായത് ഇതിനെ നമ്മൾ 1 ആക്കി കൊടുത്തു. നെക്സ്റ്റ് കേസിലോ 0 0 1 0, അതായത് Q1 ആണ് 1, അതായത് ഇത് 1 ആക്കി കൊടുത്തു. നെക്സ്റ്റിൻ്റെ കേസിൽ 0 0 1 1. ഈ ലാസ്റ്റത്തെ രണ്ടെണ്ണം Q0യും Q1 ആണ് പിന്നെ 1 ആവുക. Q0 1 ആണ്, Q2 1 ആണ്. പക്ഷേ ഇവരൊന്നും അപ്പോൾ 1 ആക്കി. പിന്നത്തെ കേസിലാണ് നമ്മളുടെ Q2 1 ആവുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് 8 എണ്ണം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളുടെ Q4 1 ആണ്. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊക്കെ ആകുമ്പോൾ 0 1 0 1 0 1 അല്ല. അപ്പോൾ ഒന്ന് ഇടവിട്ട് ഇങ്ങനെ സീറോസും വൺസും ആയി ഇത് മാറും. പക്ഷേ രണ്ടാമത്തെ കേസ് വന്നപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞിട്ടാണ്, കണ്ടു 2 ആരോ കഴിഞ്ഞിട്ടാണ് അടുത്ത് 2 1 ആവുക. പിന്നെ 2 കഴിഞ്ഞിട്ട് 2. ഓക്കെ, അപ്പോൾ വരയ്ക്കാൻ ഈസി ആയില്ലേ ടൈമിംഗ് ഡയഗ്രാം. പിന്നെ മൂന്നാമത്തെ Q2ൻ്റെ കേസ് വരുമ്പോൾ എന്ത് ചെയ്യുക, 4 കഴിഞ്ഞിട്ടാണ് 0 1 ആവുക. പിന്നെ 4 കഴിയും, പിന്നെ 4 കഴിഞ്ഞിട്ട് അങ്ങനെ. കണ്ടോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? എന്നിട്ട് നമ്മൾ വെറുതെ കുറേ ഇതിപ്പോൾ ഇങ്ങനെ 0 1 അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്കിത് ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. പിന്നെ Q4ൻ്റെ കേസ് വരുമ്പോൾ 8 കഴിഞ്ഞിട്ടാണ് ഒന്ന് 1 ആയി കിട്ടുക, പിന്നെ 8 പിന്നെ 0 ആയി മാറും. അപ്പോൾ ഇതിൽ എക്സിക്യൂഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു കൗണ്ടറാണ്. അപ്പോൾ ഓരോ വട്ടത്തിൽ പ്രോസസ്സ് നടക്കുന്നത് കൗണ്ട് ചെയ്യാനാണ്. എത്ര പ്രാവശ്യം എപ്പോൾ 1 ആയി എപ്പോൾ 1 ആയി അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്ലോക്ക് സിഗ്നൽ എന്താവണം, 0 ആവണം. അതായത് എഡ്ജ് ട്രിഗർ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ആകുമ്പോൾ മാത്രമേ ഫസ്റ്റത്തെ സിഗ്നൽ ഇത് 1 ആകും. പക്ഷേ അപ്പോൾ ഇതൊക്കെ 0 ആയിരിക്കും, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നത്തെ കേസ് വരുമ്പോൾ ഇത് 0 ഉള്ളത് ഇങ്ങോട്ടെത്തും. അപ്പോൾ ഇതൊക്കെ 0, ഇത് 0 ഇത് 0 ഇത് 0. പിന്നത്തെ കേസ് വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് വന്നത്, പിന്നെ Q0യും Q1 1 ആയി, Q0യും Q1 1 ആയി. പിന്നെ ഇതും 0 ഇത് 1 ആയി.
കാരണം എന്താണ്, ഇതും കൂടെ ആൻഡ് ചെയ്ത് കിട്ടിയ റിസൾട്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ടാണ് ഇത് 1 ആയത്. പിന്നെ ഇതൊക്കെ ആൻഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് ഇത്. അങ്ങനെ അത് എക്സിക്യൂഷൻ അങ്ങനെ കുറേ പറയാനുണ്ട്. നിങ്ങൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ച് എക്സാമിന് കുറേ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് കൺസെപ്റ്റുകൾ എന്താണെന്ന് ജസ്റ്റ് ക്ലിയർ ആവുക. ഇങ്ങനെയൊക്കെയാണ് ഫിഗർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 4-bit സിങ്ക്രണസ് കൗണ്ടറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് തന്നെ എലാബറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് 4 FF യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ക്ലോക്ക് പൾസ് യൂസ് ചെയ്യുന്നത്. ഈ ഫിഗർ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ പറ്റും. അതാണ് ഞാൻ നോട്ട് ഇതിൽ എഴുതാത്ത പ്രത്യേകിച്ച്. കാരണം ഈ ഫിഗറാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. അപ്പോൾ ടൈമിംഗ് ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കാമെന്ന് മനസ്സിലായില്ലേ? കാരണം ഇത് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് ടൈമിംഗ് ഡയഗ്രം വരക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആവും. ഇതേപോലെ ഇങ്ങനെ ആരോ ഇട്ട് കൊടുത്താൽ 8 എണ്ണം കഴിഞ്ഞിട്ടാണ് ഈ Q3ൻ്റെ ഒക്കെ പിന്നെ ഹൈ ആവുന്നതെന്നൊക്കെ മനസ്സിലാക്കി വെച്ചാൽ കൺസെപ്റ്റ് ക്ലിയർ ആവും. മറ്റേത് ആൻഡ് വെച്ചൊക്കെ പറയുമ്പോൾ നിങ്ങളാകെ കൺഫ്യൂസ്ഡായി പോവും. അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് കോമൺ ആയിട്ട് ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇവിടെ T ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അതേപോലെ ഓരോന്നിൻ്റെയും ഔട്ട്പുട്ടായിട്ട് മറ്റൊന്നിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എലാബറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ നോട്ട് എഴുതി പിന്നെ ഈ ഫിഗർ വരക്കാനും കൂടെ ആകുമ്പോഴേക്കും നിങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ സൊല്യൂഷൻ കാണാം കേട്ടോ, ഒരു പ്രശ്നമില്ല, നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ബാക്കി ഇനി ഒരുപാട് കൺസെപ്റ്റുകൾ പറയാണ്ട് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സോ ഓക്കെ, താങ്ക് യു. വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.